നമസ്കാരം. ഇന്ന് സാഹിത്യലോകത്തെ ഭാരതത്തിൻ്റെ അഭിമാനമായ രവീന്ദ്രനാഥ ടാഗോറിനെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരൻ എന്ന പേരിൽ വിളിക്കാൻ പറ്റില്ലെങ്കിലും രവീന്ദ്രനാഥ ടാഗോർ ലോകപ്രശസ്തനായത് അദ്ദേഹത്തിൻ്റെ ഗീതാഞ്ജലി എന്ന കവിതാസമാഹാരം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തതോടെയാണ്. ഗീതാഞ്ജലി എന്ന ആ സമാഹാരം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് രവീന്ദ്രനാഥ ടാഗോർ തന്നെയാണ്. W.B. യേറ്റ്സ്, എസ്ര പൗണ്ട് തുടങ്ങിയ അക്കാലത്തെ പ്രശസ്തരായ സാഹിത്യകാരന്മാർ മഹത്തായ കൃതിയെന്നാണ് ഗീതാഞ്ജലിയെ വിശേഷിപ്പിച്ചത്. 1861 ടാഗോറിൻ്റെ ജനനം. 1941 അദ്ദേഹം അന്തരിച്ചു. 1913 ഗീതാഞ്ജലി എന്ന കാവ്യസമാഹാരത്തിന് നോവൽ പുരസ്കാരം ലഭിച്ചു. നോവൽ സമ്മാനം ലഭിച്ചതോടുകൂടി ഭാരതത്തിൻ്റെ യശസ് ടാഗോറിലൂടെ ലോകമെങ്ങും അറിയപ്പെട്ടു. ടാഗോർ തൻ്റെ പ്രധാന കൃതികളെല്ലാം മാതൃഭാഷയായ ബംഗാളിയിലാണ് എഴുതിയത്. പല പ്രബന്ധങ്ങളും അദ്ദേഹം ഇംഗ്ലീഷിലേക്ക് എഴുതിയിട്ടുണ്ട്. ടാഗോറിനെ പറ്റിയുള്ള ഒരു ചെറിയ വിവരണമാണ് നിങ്ങളുമായി ഇപ്പോൾ പങ്കുവച്ചത്. നന്ദി, നമസ്കാരം.